Hi friends, welcome to Students Focus. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഏതൊക്കെയാണ് ICAI തന്നിരിക്കുന്ന വെയിറ്റേജ് അനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ചാപ്റ്റർ 1ൻ്റെ വെയിറ്റേജ് തന്നിരിക്കുന്നത് 9 to 12 മാർക്സ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ പല ഡെഫിനിഷൻസും തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്. അത് പഠിക്കണം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്, അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മൈക്രോ വേഴ്സസ് മാക്രോ എക്കണോമിക്സ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോ എക്കണോമിക്സിനെ ബേസ് ചെയ്ത്, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് മൈക്രോ എക്കണോമിക്സിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെങ്കിൽ ആണോ അല്ലയോ, ഒരു 4 എണ്ണം തന്നിട്ട് ഇതിൽ ഏതാണ് മാക്രോ എക്കണോമിക്സിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത്, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നോർമാറ്റീവ് എക്കണോമിക്സ് വേഴ്സസ് പോസിറ്റീവ് എക്കണോമിക്സ്, അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് വിട്ട് കളയരുത്. അത് പല സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ ആവാറുണ്ട് ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ നോർമാറ്റീവ് എക്കണോമിക്സിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒപ്പീനിയൻ പറയുന്നത് പോലെ പറയുന്നതാണ് നോർമാറ്റീവ് എക്കണോമിക്സ്. അതായത് ഇപ്പം ഞാൻ പറയുവാണ്, നമ്മുടെ നാട്ടിൽ ഗേൾസിന് കൂടുതൽ എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സെൻറ്റൻസ്, മോർ എഡ്യൂക്കേഷണൽ ലോൺ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഗേൾസ്. അപ്പോൾ അതെന്താണ്, എൻ്റെ ഒപ്പീനിയനാണ്. അപ്പോൾ അതിൽ കൂടുതലും ഷുഡ്, ഓട്ട് എന്നുള്ള വേർഡ്സ് ഒക്കെ നമ്മുടെ നോർമാറ്റീവ് എക്കണോമിക്സിൻ്റെ സെൻറ്റൻസസിൽ വരാറുണ്ട്. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ ബേസ് ചെയ്ത് പറയുന്നതാണ്. അതായത് അത് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ടാവും, നമുക്ക് ഡാറ്റ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, പ്രൈസ് കുറയുമ്പോൾ അതനുസരിച്ച് ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിന് മുമ്പുള്ള ഡാറ്റാസ് നമുക്ക് നോക്കിയിലറിയാം. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഡാറ്റാ ഷീറ്റ് നമ്മൾ നോക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന് ഇപ്പോൾ 10 രൂപയായിരുന്നപ്പോൾ 100 ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ചെയ്തത്. അത് 10ൽ നിന്ന് 8 രൂപയായപ്പോൾ 8 റുപ്പീസ് ആയപ്പോൾ 150 ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആയി. അപ്പോൾ നമുക്ക് ആ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ ബേസ് ചെയ്ത് നമുക്കത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. നോർമാറ്റീവ് എക്കണോമിക്സ് കൂടുതലും ഒപ്പീനിയൻ, സജഷൻ അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണ് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഇപ്പോൾ പോസിറ്റീവ് എക്കണോമിക്സ് ഈസ് ഇന്നത് ഇൻ നേച്ചർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നോർമാറ്റീവ് എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ താഴെ കൊടുത്തേക്കുന്നതിൽ പെടാത്തത് ഏത്, ഒരു 4 പോയിന്റ് കൊടുക്കും. ഇതിൽ നോർമാറ്റീവ് എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പെടാത്തത് ഏത്, അല്ലെങ്കിൽ പോസിറ്റീവ് എക്കണോമിക്സിൽ പെടാത്തത് ഏത്, അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതായിട്ട് 4 സെൻറ്റൻസസ് പോലെ കൊടുക്കും. അപ്പോൾ അതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, അങ്ങനെയുള്ള എന്തെങ്കിലും സെൻറ്റൻസോ, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതായിട്ട് ആസ് പെർ ദ ഒപ്പീനിയൻ ഓഫ് ഇന്ന പേഴ്സൺ. ഇപ്പോൾ റാമിൻ്റെ ഒപ്പീനിയനിൽ കേരളത്തിലെ ഗേൾസിന് എഡ്യൂക്കേഷൻ കൂടുതൽ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ലോൺസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഗേൾസിന് എഡ്യൂക്കേഷൻ ലോൺസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് സെൻറ്റൻസസ് എന്തെങ്കിലും തന്നിട്ട് വിച്ച് ഈസ് ദ ഓഡ് വൺ ചോദിക്കാം. അല്ലെങ്കിൽ ഇതിലേതാണ് പോസിറ്റീവ് എക്കണോമിക്സിൽ വരുന്നത്, അല്ലെങ്കിൽ ഇതിൽ പോസിറ്റീവ് എക്കണോമിക്സിൻ്റെ ബേസിൽ ട്രൂ അല്ലാത്തത് ഏത്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എഴുതണമെങ്കിൽ നോർമാറ്റീവ് എക്കണോമിക്സും പോസിറ്റീവ് എക്കണോമിക്സും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് കൂടുതൽ ടൈമിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സാധാരണ എപ്പോഴും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക, പഠിക്കുക. പിന്നെ ബേസിക് എക്കണോമിക് പ്രോബ്ലം. ബേസിക് എക്കണോമിക് പ്രോബ്ലം ഏതൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, വെൻ ടു പ്രൊഡ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ. ആ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ 3 സിസ്റ്റംസ് ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ്, മിക്സഡ്. അത് നിങ്ങൾ ആ 3ഉം എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം അതിലും ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കാം. എന്തെങ്കിലും ഒരു ഇപ്പോൾ എക്സാമ്പിൾ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. 3 പോയിന്റ് സോഷ്യലിസ്റ്റിൻ്റെയും 1 ക്യാപിറ്റലിസ്റ്റിൻ്റെ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ പെടാത്തത് ഇതിലേതാണ്? അപ്പം അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ 3 ടൈപ്പ് എക്കോണമി ഏതാണ്, അതെന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ ചാപ്റ്റർ 1 ഇപ്പോൾ നമ്മൾ പറഞ്ഞു 9 to 12 മാർക്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റർ 2 നോക്കാം. ചാപ്റ്റർ 2 10 to 12 മാർക്സ് ആണ് അപ്രോക്സിമേറ്റ് വരുന്നത്. കാരണം ICAI വെയിറ്റേജ് തന്നേക്കുന്നത് ചാപ്റ്റർ 2 and 3 ഒന്നിച്ചാണ്. അപ്പോൾ 21 to 24 മാർക്സ് ആണ് ചാപ്റ്റർ 2 and 3 ICAI പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ചാപ്റ്റർ 2 ഏകദേശം 10 to 12 നമ്മൾ 50-50 വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിൽ തിയറി ബേസ്ഡും ന്യൂമറിക്കൽ ബേസ്ഡും ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും വാല്യൂസ് ഒക്കെ തന്നിട്ട് അത് സോൾവ് ചെയ്യത്തക്ക രീതിയിൽ. അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വരുന്നത് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ്, പിന്നെ അതിൻ്റെ മീനിങ്, എക്സെപ്ഷൻസ്, റാഷണൽ ഓഫ് ലോ ഓഫ് ഡിമാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. അതുപോലെ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ഇൻക്രീസ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നോക്കി പഠിക്കാവുന്നതാണ്. പിന്നെ എലാസ്റ്റിസിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ. പ്രൈസ്, ഇൻകം, ക്രോസ്, അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സപ്ലൈ, ലാസ്റ്റ് പോയിന്റ് സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, അതിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഗ്രാഫ് തന്ന്, ഏതെങ്കിലും ടൈപ്പ് കർവിൻ്റെ എന്തെങ്കിലും തന്നിട്ട് ഇതെങ്ങനെയാണ് വരുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഓഡ് വൺ ഏതാണ്, അതിൽ പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ എക്സ്പാൻഷൻ്റെ റീസൺ എന്താണ്, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി യൂണിറ്റ് 2-ൽ വരുന്നത് മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് വരും. പിന്നെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൺസ്യൂമർ സർപ്ലസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്, IC മാപ്പ്, ബഡ്ജറ്റ് ലൈൻ, കൺസ്യൂമർ ഇക്വിലിബ്രിയം, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചാപ്റ്റർ 3-ൽ 10 to 12 മാർക്സ് ആണ് ഒരു വെയിറ്റേജ് തന്നിരിക്കുന്നത്. അതിൽ മീനിങ് ഓഫ് പ്രൊഡക്ഷൻ, വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ്റെ ആ ടോപ്പിക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളത് സിമ്പിളാണെന്ന് വിചാരിച്ച് വിട്ട് കളയരുത്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ മീനിങ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഡക്ഷൻ, അതായത് നിങ്ങൾ പ്രൊഡക്ഷനിൽ എന്ത് ഫാക്ടേഴ്സാണ് ഇൻക്ലൂഡഡ്, എന്താണ് പ്രൊഡക്ഷനിൽ നിന്ന് എക്സ്ക്ലൂഡഡ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാലേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എന്തെങ്കിലും ഇപ്പോൾ 4 ഡീറ്റെയിൽസ് തന്നിട്ട് ഇതിൽ പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ആവാത്തത് ഏത്, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ പ്രൊഡക്ഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞാലേ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. അത് സിമ്പിൾ ടോപ്പിക്കാണ്. ദെൻ വരുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ MP, AP, TP റിലേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് MP ഇന്ന രീതിയിൽ ചെയ്യുമ്പോൾ അത് AP എത്രയാണ്, AP എങ്ങനെ പോകും, അല്ലെങ്കിൽ TP ഇന്ന ലെവലിലാണെങ്കിൽ MP എങ്ങനെ പെർഫോം ചെയ്യും, അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ കോപ്പ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഐസോകോണ്ട്, ഐസോകോസ്റ്റ്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണറിയൽ സ്കിൽസ്, അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ ലാൻഡിൽ നിന്നാണ് കൂടുതൽ ഇവർ ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫുൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഹെഡ്ലൈൻസ്, ഇതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്ന ഹെഡ്ലൈൻസ് എന്തൊക്കെയാണ്, ആ ഫീച്ചേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്. കാരണം അവർ ഏതെങ്കിലും ഒരു പോയിന്റ് വന്നിട്ട് ഇത് ഏതിലാണ് ഇൻക്ലൂഡഡ്, അല്ലെങ്കിൽ ഇതിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ പെടാത്തത് ഏത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ ലാൻഡിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏത്, 4 ഓപ്ഷൻസ് വന്നിട്ട് ഇതിൽ ലാൻഡിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ലേബറിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. സിമ്പിളാണ്, പെട്ടെന്ന് കിട്ടുന്നതാണ്. നിങ്ങളത് സിമ്പിൾ ടോപ്പിക്കാണെന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാതിരിക്കരുത്. പിന്നെ യൂണിറ്റ് 2-ൽ കോസ്റ്റിൽ വരുന്നത് ടൈപ്സ് ഓഫ് കോസ്റ്റ്. അതിൽ അക്കൗണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കണോമിക് കോസ്റ്റ് എന്ന് തിയറി ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതായത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. പിന്നെ കോസ്റ്റ് ഫംഗ്ഷൻസ്, അതിൽ AFC, TC, AC, MC, അതിനെയൊക്കെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. MC-യും AC-യും തമ്മിലുള്ള റിലേഷൻ, അത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുപോലെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ലൈനും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവും, അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എക്കണോമീസ് ആൻഡ് ഡിസെക്കണോമീസ് ഓഫ് സ്കെയിൽ, അതൊരു സിമ്പിൾ ടോപ്പിക്കാണ്. എക്കണോമിക്സ് ആൻഡ് ഡിസെക്കണോമിക്സ് ഓഫ് സ്കെയിൽ, അതും നിങ്ങൾ നോക്കുക. പിന്നെ ചാപ്റ്റർ 4-ൻ്റെ വെയിറ്റേജ് 15 to 18 മാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 4 മാർക്കറ്റ് ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതും ഇതുപോലെ ഏതെങ്കിലും ഒരു ടൈപ്പ് തന്നിട്ട് അതിൻ്റെ ഫീച്ചറിൽ പെടാത്തത് ഏതെന്നോ, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ഓഡ് വൺ, അല്ലെങ്കിൽ വിച്ച് ഈസ് ട്രൂ, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഡിമാൻഡ് കർവ്, ഈച്ച് മാർക്കറ്റ് ടൈപ്പിന്, ഈ 4 മാർക്കറ്റ് ടൈപ്പിൻ്റെ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്, അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഡിമാൻഡ് കർവ് തന്നിട്ട് അത് ഈ മാർക്കറ്റ് ടൈപ്പ് ആണോ, അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ടൈപ്പിൻ്റെ ഡിമാൻഡ് കർവ് വരുന്നത് ഏതാണ്,
അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ AR, MR, TR റിലേഷൻഷിപ്പ് ചോദിക്കുക. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ 2 and 3 നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മോഡൽ മനസ്സിലാവും. അതുപോലെ 2 ബിഹേവിയറൽ പ്രിൻസിപ്പിൾസ്, അത് നിങ്ങൾ ക്വസ്റ്റ്യൻ 38, 39, 40 തന്നിട്ടുണ്ട്. ആ മോഡലിലാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഷട്ട് ഡൗൺ പോയിന്റ്, കിങ്ഡ് ഡിമാൻഡ് കർവ്, ഇതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കത് വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഇത് അത്ര പാടല്ല ഈ ടോപ്പിക്ക്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒളിഗോപ്പൊളി ടൈപ്സ് ചോദിക്കാറുണ്ട്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ 4.197 കുറച്ച് ഇമ്പോർട്ടൻറ്റ്, അതായത് അതർ മാർക്കറ്റ് ടേംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 4-5 ടേംസ് എന്തോ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ചത് ഏറ്റവും അവിടെ വരുന്നതുകൊണ്ട് ഒരു ചെറിയ ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങളത് വിട്ട് കളയരുത്. കാരണം അതിനെ ബേസ് ചെയ്ത് അവരിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഇക്വിലിബ്രിയം, ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ്, അത് ക്വസ്റ്റ്യൻ 14 to 17, അത് ഏകദേശം അതിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ 14 to 17 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന്. നിങ്ങളുടെ ബുക്കിൻ്റെ ബാക്കിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ബാക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും ആൻസർ ചെയ്യുക. കാരണം അത് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ മോഡൽ മനസ്സിലാവും. ഇന്നൊരു ടോപ്പിക്കിൽ നിന്ന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ICAI തന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അതും നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചാപ്റ്റർ 5 9 to 12 മാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 5ഉം ചാപ്റ്റർ 1ഉം എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിൽ നിന്ന് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, പ്രോബ്ലം ബേസ്ഡ് ഒന്നും വരാറില്ല. അപ്പോൾ അതിൽ ചാപ്റ്റർ 1 ആണെങ്കിലും 9 to 12 മാർക്സ് ആണ്, ചാപ്റ്റർ 5 ആണെങ്കിലും 9 to 12 മാർക്സ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് 18 to 24 മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി സ്കോർ ചെയ്യുക. ചാപ്റ്റർ 5 എന്ന് ചോദിക്കുന്നത് ബിസിനസ് സൈക്കിളിൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ ഫേസസ്, ആ 4 ഫേസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇത് തന്നിട്ട് ഇത് ഇന്ന ഫേസിൽ പെടുന്നതാണോ അല്ലെങ്കിൽ ഇന്ന ഫേസിൽ പെടാത്തതാണോ, വിച്ച് ഈസ് ദ ഓഡ് വൺ, അങ്ങനത്തെ രീതിയിൽ, അല്ലെങ്കിൽ കുറേ ഫീച്ചേഴ്സ് തന്നിട്ട് ഇത് ഇന്ന ഫേസിൻ്റെ സംബന്ധിച്ച് നോക്കിയാൽ അത് ട്രൂ ആണോ, അങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ വിച്ച് ഡസ് നോട്ട് ഒക്കർ ഓർ വിച്ച് ഈസ് ട്രൂ, വിച്ച് ഈസ് ഫോൾസ്, അങ്ങനത്തെ രീതിയിൽ. ഇപ്പോൾ ഇന്ന ഒരു ഫേസ് ആണെങ്കിൽ അതിൽ വരാത്തത് ഏത്, അല്ലെങ്കിൽ 4 ഡീറ്റെയിൽസ് തന്നിട്ട് ഇതിൽ ട്രൂ ആയിട്ടുള്ളത് ഏത്, അല്ലെങ്കിൽ ഇതിൽ ഫോൾസ് ആയിട്ടുള്ളത് ഏത്, അങ്ങനെയുള്ള രീതിയിലും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. കോസസ് ഓഫ് ബിസിനസ് സൈക്കിളിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അതിൽ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ വിച്ച് വൺ ഈസ് ഇന്റേണൽ കോസ്, അതായത് ഒരു 4 ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ട് ഇതിൽ ഇന്റേണൽ കോസ് ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ ഇന്റേണൽ കോസ് അല്ലാത്തത് ഏതാണ്, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ഇതിൽ എക്സ്റ്റേണൽ കോസ് ഏതാണ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കോസസ് ഓഫ് ബിസിനസ് സൈക്കിൾ എന്താണെന്ന് മനസ്സിലായാലേ ഉള്ളൂ അതിൽ ഏത് കോസാണ് അല്ലെങ്കിൽ ഏതാണ് കോസ് അല്ലാത്തത്. പിന്നെ ഈ 4 എണ്ണം തന്നിട്ട് ഇതിൽ ബിസിനസ് സൈക്കിളിൻ്റെ കോസസ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ആ കോസസ് എന്താണെന്ന് മനസ്സിലായാലേ നിങ്ങൾക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ബിസിനസ് എക്കണോമിക്സിൽ. അതിൽ പ്രോബ്ലം ബേസ്ഡ് 3 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും അതും അത്ര പാടുള്ളതല്ല. നിങ്ങൾ ആ ടോപ്പിക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ചാപ്റ്റർ 5 and ചാപ്റ്റർ 1 ഫുൾ തിയറി ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും. ICAI തന്നിരിക്കുന്ന വെയിറ്റേജ് ഞാൻ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് കൊടുത്തതാണ്. ചാപ്റ്റർ 1-ന് 9 to 12 ആണ്. ചാപ്റ്റർ 2 and 3 ഒന്നിച്ചാണ് തന്നിരിക്കുന്നത്, അത് 21 to 24 മാർക്സ്. ചാപ്റ്റർ 4-ന് 15 to 18 മാർക്സ് ആൻഡ് ചാപ്റ്റർ 5-ൽ തന്നിരിക്കുന്നത് 9 to 12 മാർക്സ്. അങ്ങനെ ടോട്ടൽ 54 to 66 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരാറ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ കൃത്യമായി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.